ഒന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ പുതിയ തലമുറ അവരവരുടെ ജീവിതത്തെ കാണുന്ന ശൈലിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. വളരെ വ്യക്തിപരമായ ബോധം അതൊരു അർത്ഥത്തിൽ വളരെ പോസിറ്റീവാണ്. പക്ഷെ അതേസമയം കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തോടും സമൂഹം, സൗഹൃദം ഇതിനെപ്പറ്റിയൊക്കെയുള്ള ചിന്തകൾ വല്ലാതെ മാറിക്കഴിഞ്ഞു. അവരവരുടെ കാര്യങ്ങളിലേക്ക് മാത്രമായി ശ്രദ്ധ പരിമിതപ്പെടുന്നു. അവരവരുടെ നേട്ടം സത്യത്തിൽ ഒരു സമൂഹത്തിനും അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കുടുംബത്തിനോ പോലും അങ്ങനെ നിലനിൽക്കാൻ സാധിക്കത്തില്ല. മറ്റുള്ളവരെ കൂടെ കെയർ ചെയ്ത് മനുഷ്യർക്ക് ഒരു സമൂഹം എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ സാഹിത്യവും നമ്മുടെ സിനിമകളും ഒക്കെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണെന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള ഒരു ഒരു പ്രോത്സാഹനമാണ് ഒരു പക്ഷേ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്നത്. അവരുടെ എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട, ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിലും ഇല്ല എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് നമ്മൾ പെട്ടെന്ന് ധരിക്കും. പക്ഷേ അവരവരുടെ വിധിക്ക് മറ്റുള്ളവരെ വിട്ടുകൊടുത്ത് കടന്നു പോകുന്ന ഒരു പ്രത്യയശാസ്ത്രമാണത്. അതിനപ്പുറം നമ്മൾ കുറേയൊക്കെ ത്യാഗം ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറയുന്ന ഒരു മനുഷ്യ നന്മയുടെ ഒരു ആദർശവും അതാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് കൈമോശം വരുന്നു എന്നുള്ളത് അപകടമാണ് സമൂഹത്തിന്. വ്യക്തികൾക്ക് പോലും ഒരു വ്യക്തിക്കും അങ്ങനെ ചിരകാലം ഒറ്റപ്പെട്ട ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വിവാഹം, കുടുംബം, മനുഷ്യബന്ധങ്ങൾ, സമൂഹം ഇത് ഇല്ലാതാകുമ്പോൾ അവിടേക്ക് മൊബൈലിലേക്കോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരു ഗാഡ്ജറ്റിലേക്ക് വെറും ഒരു കസ്റ്റമറായി ചുരുങ്ങി പോകുന്നു മനുഷ്യൻ. അത് അവരെ എല്ലാം നിയന്ത്രിക്കുന്ന പല ശക്തികളും ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മതത്തെയും ആത്മീയതയും തള്ളി പറയുമ്പോൾ ആ പ്രദേശത്തേക്ക്, ആ ഒരു ഭാഗത്തേക്ക് മനുഷ്യന്റെ മേൽ അധീശത്വം സ്ഥാപിക്കുന്നത് രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ അല്ല. വളരെ ആഗോള ശക്തികളായ പണം നിർണ്ണയിക്കുന്ന ശക്തികളാണ് പിന്നെ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. അവർക്ക് മനുഷ്യരെന്ന് പറയുന്നില്ല, അവർക്ക് കസ്റ്റമറേ ഉള്ളൂ. അല്ലെങ്കിൽ അവരുടെ വസ്തുക്കൾ വിറ്റുപോകുന്ന, അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, അവർക്ക് വേണ്ടി അത്തരം ഒരു ഡിസൈനിലേക്ക് മനുഷ്യൻ പരിമിതപ്പെടും. അതാണ് പുതിയ കാലത്തെ ഇന്റലിജൻസ്, പുതിയ കാലത്തെ സാങ്കേതികത മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന വളരെ ഭീകരമായ ഒരു ലോകം. അതുകൊണ്ട് വായന കുറയുന്നു, കല കുറയുന്നു, സാഹിത്യം കുറയുന്നു, ആത്മീയതയും അത്തരത്തിൽ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നു. കമ്പോള കേന്ദ്രീകൃതമായ ഒരു ലോകത്ത്, കമ്പോള എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കമ്പോള കേന്ദ്രീകൃതം എന്നൊക്കെ പറയുമ്പോൾ ഏതോ പ്രത്യയശാസ്ത്രം പറയാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അത് സത്യത്തിലല്ല. പണം മാത്രം ലക്ഷ്യമാകുന്ന ഒരു ലോകത്ത് മനുഷ്യന് വലിയ വിലയില്ലാതാവും. മനുഷ്യന് എത്രമാത്രം ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാകും. അപ്പൊ അത്തരത്തിൽ അപ്പനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും സുഹൃത്തിനെയും ഒക്കെ കാണാൻ തുടങ്ങുമ്പോൾ എനിക്ക് ലാഭമില്ലാത്ത ഒരു പുഞ്ചിരി പോലും വെറുതെ കളയാൻ ആരും തയ്യാറാവാത്ത ഒരു തരത്തിലേക്ക് നമ്മൾ ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞു. പുതിയ പിള്ളേരുടെ ഇൻസ്റ്റാഗ്രാം ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ അത്തരം ഫിൽട്ടറുകൾ മനുഷ്യനെ നിയന്ത്രിച്ചു തുടങ്ങുമ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ പോലും പറ്റാതാവുന്നു. അല്ലെങ്കിൽ സിലിക്കൺ വാലിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഇരുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചിന്തയിലേക്ക് തലച്ചോറ് പരിമിതപ്പെടുന്ന തരത്തിൽ, അതിപ്പം ഈ ടെക്നോളജിയെ ഏത് വിധത്തിലും ആളുകൾക്ക് മനുഷ്യനെ നിയന്ത്രിക്കുന്ന തരത്തിൽ ഉപയോഗിക്കാവുന്ന ഒരവസ്ഥയിലേക്ക്, അതിനെക്കുറിച്ച് ചെറുപ്പക്കാർ ധാരണയുള്ളവരാണോ എന്ന് സംശയിക്കുന്നു. ഇത്തരത്തിൽ അവനവനിലേക്ക് മാത്രം ചുരുങ്ങുകയും അല്ലെങ്കിൽ പെട്ടെന്ന് ജീവിതം നേടിയെടുക്കാമെന്നൊരു ധാരണ ഒരു പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായ ചെറുപ്പക്കാരിൽ വളരെ ഏറെ പൊതുവായി ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇവിടെ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നമ്മുടെ സിസ്റ്റം നമ്മുടെ ചെറുപ്പക്കാരെ സഹായിക്കുന്നില്ല, ഉപദ്രവിക്കുന്നു ഒരു പരിധിവരെ. ഇതും സത്യമാണ്. പക്ഷേ ഇതേ കഷ്ടപ്പാട് അവര് യൂറോപ്പിലോ മറ്റു രാജ്യങ്ങളിലോ ഗൾഫിലോ ഒക്കെ പോയി ഇതിലേറെ കഷ്ടപ്പെടുന്നുണ്ട് ചെറുപ്പക്കാർ. ഒരുപക്ഷെ അവസരങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാവാം. അതാണ് അതിന്റെ പോസിറ്റീവായ ഒരു കാര്യം. പക്ഷെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഇത്തരം അധ്വാനം ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. പെട്ടെന്ന് ആർക്കും ഒരു സമ്പത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ പണമുണ്ടാക്കൽ മാത്രമായി വ്യക്തികൾ അവരവരെ മനസ്സിലാക്കുന്നതും വളരെ ദൂരവ്യാപകമായി ദോഷമുണ്ടാക്കും. അത് മതത്തെ ബാധിക്കും. മതം അല്ലെങ്കിൽ ആത്മീയതയെ ബാധിക്കുന്നു എന്നുള്ളതല്ല, അത് മനുഷ്യനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. മനുഷ്യനെ ബാധിക്കുന്ന ഏത് വിഷയവും ആത്മീയതയെ ബാധിക്കുന്നതാണ്. മനുഷ്യനെ മെച്ചപ്പെടുത്തുന്ന ഒന്നാണ് ആത്മീയത. അത് നമ്മുടെ ഒരു പ്രദേശത്ത്, നമ്മുടെ ഒരു സമൂഹത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സായി അതിനെ പരുവപ്പെടുത്തണമെങ്കിൽ നമ്മുടെ നാടാണ് അതിന് വേണ്ട ഊർജം നൽകേണ്ട ഒരു സ്പേസ്, ആളുകൾക്ക് വളരുന്നതിന്, തൊഴിൽ ചെയ്യുന്നതിന്. അത് ഈ കുടിയേറ്റം അല്ലെങ്കിൽ ഈ പ്രവാസികളാകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ ദോഷം ചെയ്യും. മറ്റൊരു സ്ഥലത്ത് പോയി അവർ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യും, അത് ചെയ്യാതിരിക്കത്തില്ല. പക്ഷെ ഈ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ജീവിതം അല്ലെങ്കിൽ
ജീവിതത്തിന്റെ അധ്വാനം മറ്റൊരു രാജ്യത്തിലേക്ക് പറിച്ചു നടുമ്പോൾ അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊരു വെല്ലുവിളിയാണ്. അതിനെ എങ്ങനെ അതിജീവിക്കണമെന്നുള്ളത് ഒരു പക്ഷേ ഇപ്പോഴ് ഒരു 10 വർഷത്തിന് ശേഷമായിരിക്കും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന് ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ മതത്തോടുള്ള ഒരു താല്പര്യമില്ലായ്മ എന്ന പ്രസ്താവന ഞാൻ മനസ്സിലാക്കുന്നത് ആഹ് ആത്മീയതയെ, മതത്തെ മനസ്സിലാക്കുന്ന ഓരോ കാലത്തും വളരെ വ്യത്യസ്തമായ തരത്തിലാണ്. ഇപ്പം നമ്മുടെ ഇടയിൽ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാണ് മതം എന്ന് നമ്മൾ പറയുമ്പോൾ ആളുകൾ അതിനെ മനസ്സിലാക്കുന്ന രീതി മാറി. അതിനപ്പുറത്തൊരു ആത്മീയത അതിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ചെറുപ്പക്കാരുടെ ഇപ്പോഴത്തെ ശൈലി. ഇനിയും ആചാരാനുഷ്ഠാനങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല. സാംസ്കാരികമായ ഒരു പ്രത്യേക പരിസരത്ത് ആത്മീയതയെ വഹിക്കുന്ന എന്താണ് ഒരു 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 വാഹനമാണ്, അല്ലെങ്കിൽ ഒരു രൂപമാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന തരത്തിൽ ആത്മീയതയെ മനസ്സിലാക്കാൻ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലല്ല നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു കുറെ പാരഫെർനേലിയയുടെ ഒരു തുടർച്ചയാണ് ആത്മീയത, മതം എന്ന തരത്തിൽ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പുതിയ ചെറുപ്പക്കാർ അതിനെ ചോദ്യം ചെയ്യും. ഇതിന് അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷെ അതൊരു ഒരു ആത്മീയതയെ ക്യാരി ചെയ്യുന്ന ഒരു ഒരു എന്താണ് ഒരു പാത്രം മാത്രമാണ് ഇത്തരം ആചാരവും അനുഷ്ഠാനവും എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സംഗതിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. മനുഷ്യൻ കൂടുതൽ മെച്ചപ്പെടുക എന്നുള്ളതാണ് മതത്തിന്റെ ആവശ്യം. പ്രാകൃതമായ ശീലങ്ങളിൽ നിന്ന് മാറുകയും മനുഷ്യനെ കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആത്മീയത. അത്തരത്തിൽ ആണ് എന്താണ് മതത്തെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മൾ നടത്തുന്ന അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മളെ മെച്ചപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. മറ്റുള്ളവനെ നമ്മൾ കാണുന്ന രീതി മെച്ചപ്പെടുത്തുന്ന ഒന്നാണ്, മനുഷ്യന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ പുതിയ ചെറുപ്പക്കാർ അങ്ങനെ അല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ ബഹുമാനവും ആദരവും മറ്റു മനുഷ്യരെ ആദരിക്കുകയും ചെയ്യുന്ന തലമുറ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മൾ പറയുന്ന അനുഷ്ഠാനങ്ങളിൽ, നമ്മൾ പറയുന്ന സമയക്രമങ്ങളിൽ, നമ്മൾ പറയുന്ന ശീലങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സത്യസന്ധതയുടെ കാര്യത്തിലും നന്മയുടെ കാര്യത്തിലും മനുഷ്യ സേവനത്തിന്റെ കാര്യത്തിലുമൊക്കെ ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതാണ് മതം, അതാണ് ആത്മീയത. അപ്പോൾ പുതിയൊരു ഫോം, പുതിയ ശീലങ്ങൾ, പുതിയ രീതികൾ മതാനുഷ്ഠാനങ്ങളിൽ കാലത്തിനനുസരിച്ച് ആളുകളുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരും. അതിനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യത മതത്തിന്റെ ആചാര്യന്മാർക്ക്, അത് നയിക്കുന്നവർക്കുണ്ടാവണം. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും വിഭജന രാഷ്ട്രീയം വളരെ ശക്തമാണ്. മനുഷ്യരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു കൂട്ടം ആളുകളെ മറ്റൊരു കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ശൈലി നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ വളരെ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണതെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ സംവിധാനങ്ങൾ. ഞാൻ അങ്ങനെ ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. കാരണം മനുഷ്യനെ പല തട്ടുകളിൽ, പല ജാതിയിൽ, പഠിക്കാൻ പറ്റുന്നവർ, പഠിക്കാൻ പറ്റാത്തവർ, നിറമുള്ളവർ, നിറമില്ലാത്തവർ, വഴി നടക്കാൻ പറ്റുന്നവർ, പറ്റാത്തവർ, എവിടെ വരെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു 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 ദേശത്തിന് വിദ്യാഭ്യാസത്തിലൂടെ പരിവർത്തനം ചെയ്യണമെന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരാണ് ഇവിടെ വന്നിട്ടുള്ള കാത്തലിക് മിഷണറിമാർ, ക്രിസ്ത്യൻ മിഷണറിമാർ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഈ വർഗീയതയുടെ പേരിലുള്ള വിഭജന രാഷ്ട്രീയത്തെ ഏറ്റവും എതിർക്കേണ്ടതും അതിനെക്കുറിച്ച് ഏറ്റവും സെൻസിബിളായി പ്രതികരിക്കേണ്ടതും ഒരു 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 പുരോഹിതൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ പുരോഹിതർ എന്ന നിലയിൽ കടമയുള്ളവരാണ് കത്തോലിക്ക പൗരോഹിത്യം എന്ന് ചിന്തിക്കുന്നു. അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും അത് നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നിലുള്ളത് അധികാര രാഷ്ട്രീയമാണ്. അധികാരം നിരന്തരമായി നിലനിർത്താനും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് കുറേ ഭൂമി പ്രദേശങ്ങളും ആളുകളെയും ഒരുമിച്ച് നിർത്തി ധനം ആർജിക്കാനുമുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഈ വിഭജന രാഷ്ട്രീയമാണ്. അത് നമ്മുടെ ആളുകൾ നന്നായിട്ട് പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഇല്ലാതാവുന്നത് മനുഷ്യ സൗഹൃദമാണ്, നമ്മുടെ സമൂഹത്തിലുള്ള സ്വതന്ത്രവും സ്വൈര്യവും സമാധാനപൂർണവുമായ ജീവിതമാണ്.
ആത്മീയതയെക്കുറിച്ചും മതത്തെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങളാണ്. കാരണം ആത്മീയതയും മതത്തെയും ഒക്കെ പറ്റി ആധികാരികമായി പലപ്പോഴും സംസാരിക്കുന്നതും ഒക്കെ രാഷ്ട്രീയ നേതൃത്വമാണ്, അല്ലെങ്കിൽ തീവ്ര രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരാണ്, തീവ്രവാദ നിലപാടെടുക്കുന്നവരാണ്. ഇവരൊന്നും മതത്തിന്റെ യഥാർത്ഥ ആത്മീയ സത്ത ഉൾക്കൊള്ളുന്നവരല്ല. അവരുടെ ആവശ്യമല്ല ഈ രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത്. പക്ഷേ അത്തരം ആളുകൾ സൈഡ് ലൈൻ ചെയ്യപ്പെടും. അത്തരം ആളുകൾക്ക് അധികാരമില്ല, അവർക്ക് ശക്തിയില്ല. അപ്പോൾ ഭയപ്പെടുത്തി അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭയപ്പെടാൻ പ്രേരിപ്പിച്ചും നമുക്കെന്തോ വലിയ നാശം വരുന്നു എന്ന ഭയം പടർത്തിയും ഒക്കെ ഈ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഈ വർഗീയ വിഭജന രാഷ്ട്രീയം വളരെ വളരെ ശക്തമാണ്. അതിന് പറ്റുന്ന പ്രൊപ്പഗാൻഡയ്ക്കുള്ള സ്പേസ് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലം, അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയപ്പെടുന്ന കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. അപ്പം അത് വളരെ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു പക്ഷേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത അതിൽ ഏറ്റവും ഗൗരവം, നമ്മുടെ ദേശത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു വിഷയം അതാണ്. നമ്മുടെ ഇടയിൽ സൗഹൃദങ്ങളും സമാധാനവും മനുഷ്യരുടെ തുല്യതയും ഉറപ്പാക്കുന്ന, ദൈവത്തിൻ്റെ മകനും മകളുമാണ് മനുഷ്യർ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിനു വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം, അതിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും വസ്ത്രം ഉണ്ടാവേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും പാർപ്പിടം ഉണ്ടാകേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് മദർ തെരേസയെ പോലൊരു മിഷണറി ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിക്കുന്നതിനും ചുംബിക്കുന്നതിനും കഴുകുന്നതിനും വൃത്തിയാക്കുന്നതിനും ഉമ്മ വെക്കുന്നതിനും ഒക്കെ സാധിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം ധാരാളം ആളുകളുടെ പ്രവർത്തനങ്ങളുണ്ടായി. അതൊക്കെ ഈ ഒരു സമനില, ശരിയായ ഒരു നില മനുഷ്യനെ നിലനിർത്തുന്നതിനാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യൻ റെയിൻബോ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാൻ പറയുന്ന, ശരിയായ ഒരു സ്ഥലത്ത് ശരിയായ ഒരു കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശക്തിയെക്കുറിച്ച് പ്രസംഗിക്കാനോ ചിന്തിക്കാനോ അവസരമുണ്ടായത്. ഈ ശരി കണ്ടെത്താൻ സഹായിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. ഈ ശരി നിലനിർത്തുന്നതാണ് ഏറ്റവും വലിയ കാത്തലിക് സ്പിരിച്വാലിറ്റി. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ മിഷണറി പ്രവർത്തനങ്ങൾ, അവരുടെ എല്ലാ ആതുര ആലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതേ ആളുകളെ തന്നെ വിഭജന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വേർതിരിക്കുന്ന ഒരു കാലത്ത്, ഒരുപക്ഷെ പുതിയ കാലത്തെ ആതുരാലയങ്ങൾ, പുതിയ കാലത്തെ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ മനസ്സിലാക്കേണ്ടത് ഈ വിഭജന രാഷ്ട്രീയത്തെ തിരിച്ചറിയുക എന്നുള്ളതും അതിനെ പ്രതിരോധിച്ച് ഈ നമ്മുടെ രാജ്യത്ത് സമനിലയും സമാധാനവും ശാന്തിയും നിലനിർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ സാധ്യമാക്കാൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. KCBC എന്ന് പറഞ്ഞാൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി. കേരളത്തിലുള്ള ലത്തീൻ, സിറോ മലബാർ, സിറോ മലങ്കര സഭകളുടെ, കത്തോലിക്ക സഭയിലെ 3 റീത്തുകളാണ്. അപ്പോൾ ഇവരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഈ 3 സഭകളിലെയും പിതാക്കന്മാർ, മെത്രാന്മാർ ഒരുമിച്ച് ചേരുന്ന ഒരു കൗൺസിലാണ് KCBC. KCBC ചെയ്യുന്നത് രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുക എന്നുള്ളതല്ല. KCBC ഒരു ആത്മീയ സംഘടനയാണ്, സഭാ സംഘടനയാണ്. പക്ഷേ സമൂഹത്തിൽ വലിയ നിലയിൽ ചിന്തിക്കുകയും മനുഷ്യരെ ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്യുക എന്ന, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യവും KCBCക്കുണ്ട്. അതുകൊണ്ട് തന്നെ KCBCക്ക് വ്യത്യസ്ത പ്രവർത്തന മേഖലകളുണ്ട്. സാഹിത്യ രംഗത്ത്, കലാരംഗത്ത്, ജയിൽ മിനിസ്ട്രി, വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന രംഗത്ത്, അങ്ങനെ വ്യത്യസ്ത മേഖലകളായിട്ടാണ് KCBCയുടെ പല കമ്മീഷനുകളായിട്ട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. അത് അത് കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സെക്രട്ടറിമാരെ ചുമതലയേൽപ്പിക്കുന്നു. അതിനുവേണ്ട സംഘടനകൾ, സംവിധാനങ്ങളൊക്കെ KCBCയിൽ നിലനിൽക്കുന്നു. ഇത്തരം സംവിധാനങ്ങളുടെ ഒരു ആകത്തുകയാണ് KCBC എന്ന് നാം മനസ്സിലാക്കുന്ന പാലാരിവട്ടം POC കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ കൗൺസിലിൻ്റെ ആസ്ഥാന കേന്ദ്രവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും. എന്താണ് ഒരു സംഘടന എന്നതിൽ KCBC? തീർച്ചയായിട്ടും സഭയുടെ പൊതുവായ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രഥമ ലക്ഷ്യം. മറ്റൊന്ന്, നമ്മൾ നിലനിൽക്കുന്നത് കേരളം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പ്രബുദ്ധതയുള്ളൊരു സമൂഹത്തിലാണ്. അപ്പോൾ അവിടെ നിരന്തരമായി വരുന്ന മാറ്റങ്ങൾ, രാഷ്ട്രീയമായ മാറ്റങ്ങൾ, സാംസ്കാരികമായ ചിന്തകളിലെ, പൊതുധാരണകളിലെ പുതിയ പുതിയ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ സമൂഹത്തെ അറിയിക്കണം. അത് രാഷ്ട്രീയ അധികാരത്തോട് സാംസ്കാരികമായ രീതിയിൽ പൊതുബോധത്തിൽ പൊതുജനങ്ങളോട് പങ്കുവെക്കുന്നതിനും ആവശ്യമായ തിരുത്തലുകളും ആവശ്യമായ സഹകരണവും ഉറപ്പാക്കുന്നതിന് വേണ്ട നിർണായകമായ വേളകളിലൊക്കെ അത്തരം നിലപാടെടുത്തിട്ടുള്ള ഒന്നാണ് KCBC എന്ന സംഘടന. തുടർന്നും ഒരുപക്ഷെ പുതിയ കാലത്ത് പുതിയതരം വെല്ലുവിളികളാണ് നമ്മുടെ കാലം നേരിടുന്നത്. ഈ മുമ്പ് പറഞ്ഞതുപോലെയുള്ള വിഭാഗീയമായ ചിന്തകൾ വളരുന്നൊരു കാലമാണ്.
പൊതു നന്മയ്ക്കപ്പുറത്തേക്ക് വ്യക്തിപരമായ സ്വാർത്ഥമായ ചിന്തകൾ കൊണ്ട് അധികാരം നേടുന്നതിന് രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നത് അത് തെറ്റല്ല എന്ന് കരുതുന്ന ഒരു കാലത്തിലേക്ക് സമൂഹം വളരുന്ന ഭീകരമായ ഒരു അവസ്ഥ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അപ്പൊ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നതിനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ചിന്തിക്കുന്നതിനും പൊതുബോധം നിർമ്മിക്കുന്നതിനും